ഹരിനന്ദനം ഒരു പ്രണയകഥ. രചന സ്വപ്നങ്ങളുടെ രാജകുമാരി. പുറത്ത് നന്ദുവിനെ കണ്ട ഹരി ഞെട്ടി. അവൾ ആകെ നനഞ്ഞു കുതിർന്നിരിക്കുന്നു. ടോപ്പ് ശരീരത്തോട് പറ്റിച്ചേർന്ന് കിടക്കുന്നു. തലമുടിയിൽ നിന്ന് വെള്ളം ഒഴുകുന്നു. അവളെ കണ്ട സന്തോഷത്തിൽ അവൻ അവളെ കെട്ടിപ്പിടിച്ചു. നീ ഈ രാത്രിയിൽ എങ്ങനെയാ വന്നേ? നീ ഇല്ലാതെ എനിക്കും അമ്മയ്ക്കും പറ്റണില്ലായിരുന്നു. നീ ഇനി എങ്ങോട്ടും പോണ്ട. നിന്നെ ഞാനിനി എങ്ങോട്ടും വിടില്ല. അവൻ അവളെ ഇറുക്കി പുണർന്നു. അവളുടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു. അവൻ്റെ അധരങ്ങൾ അവളുടെ മുഖമാകെ അലഞ്ഞു നടന്നു. ഹരി, ഹരി, നിനക്കിന്ന് ഓഫീസിൽ പോകണ്ടേ? പെട്ടെന്നുള്ള ഹീരയുടെ വിളി കേട്ടാണ് ഹരി ഉണർന്നത്. അവൻ ചുറ്റുപാടും കണ്ണോടിച്ചു. എല്ലാം സ്വപ്നമായിരുന്നു. താൻ കണ്ട സ്വപ്നത്തിൻ്റെ അർത്ഥമറിയാതെ അവൻ ആകെ കുഴങ്ങി. വേഗം എഴുന്നേറ്റ് ഓഫീസിൽ പോകാൻ റെഡിയായി വന്നപ്പോഴാണ് കാപ്പിയോ പലഹാരങ്ങളോ ഒന്നും തയ്യാറായിട്ടില്ല എന്ന സത്യം അവൻ മനസ്സിലാക്കുന്നത്. ഹീര: എടാ മോനെ ഹരി, സ്വാതി ഉണരാൻ വൈകി. നീ ആ മോഹനേട്ടൻ്റെ കടയിൽ ചെന്ന് കാപ്പി വാങ്ങി വരാവോ? കലമാമിയും ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, അവർക്ക് കൂടി വാങ്ങണം കേട്ടോ. ഹരി: അവൻ കാപ്പി വാങ്ങി വന്നില്ലേൽ അമ്മ കൂടെ പട്ടിണിയാകുമെന്ന് കരുതി അവൻ കടയിലേക്ക് പോയി. അവനും കാപ്പി കുടിച്ച് രണ്ട് വീട്ടിലേക്കും പാഴ്സലും വാങ്ങി പുറത്തിറങ്ങുമ്പോഴാണ് നന്ദുവും അന്നയും കൂടി വന്നത്. ഹരിയെ കണ്ട അന്ന വണ്ടി നിർത്തി. ഹരി: നിങ്ങൾ എവിടെ പോയതാ? അന്ന: ഇവൾക്ക് ഭഗവാനെ കാണാതെ ഉറക്കമില്ല, അമ്പലം വരെ പോയതാ. എനിക്ക് കുറച്ച് പർച്ചേസിങ്ങും ഉണ്ടായിരുന്നു. ഹരി: നിനക്കിപ്പോൾ എങ്ങനെയുണ്ട് നന്ദു? അന്ന: നല്ലയാളാ. ഡിസ്ചാർജ് ചെയ്ത് ഇവളെ ഞങ്ങൾ കൊണ്ടുപോയിട്ട് ദിവസം എത്രയായി? ഇപ്പോൾ ഇവളെ കണ്ടപ്പോഴാണ് ഇവളുടെ വയ്യായിക ഓർമ്മ വന്നേ. ഇന്നലെയായിരുന്നു ഇവളോട് റിവ്യൂവിന് പോകാൻ പറഞ്ഞേ. ഞാൻ നിർബന്ധിച്ച് കൊണ്ടുപോയത് കൊണ്ട് അത് കഴിഞ്ഞു. ഹരി തല കുനിച്ച് നിന്നുകൊണ്ട് പറഞ്ഞു. സോറി അന്ന, ഞാനത് ഓർത്തില്ല. അന്ന: 4-5 ദിവസം മാറി നിന്നപ്പോഴേക്കും നിങ്ങളെല്ലാവരും അവളെ തന്നെ മറന്നല്ലോ. ഇവളാണെ നാഴികയ്ക്ക് 40 വട്ടം അമ്മായി, ഹരിയേട്ടൻ, കലമാമി, സ്വാതി എന്ന് ഉരുവിട്ടുകൊണ്ടിരിക്കും. ഇവളില്ലാതെ ആ 2 വീടും നിശ്ചലമാകുമെന്ന ഇവളുടെ വിചാരം. ഹരി: നിനക്കിപ്പോൾ എങ്ങനെയുണ്ട്? ഹരി വീണ്ടും ശബ്ദം താഴ്ത്തി ചോദിച്ചു. അവൻ്റെ സ്വരം നന്നായി ചിലമ്പിച്ചിരുന്നു. നന്ദു: എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല. അവൾ അവൻ്റെ കയ്യിലെ പൊതിയിലേക്ക് നോക്കി. അന്ന: ഇതെന്താ ഹരിയേട്ടാ? ഹരി: രാവിലത്തേക്ക് കാപ്പി വാങ്ങിയതാ. പോട്ടെ, സമയം വൈകി. അവൻ വേഗം ബൈക്കിൽ കയറി വീട്ടിലേക്ക് പോയി. നന്ദു: എടി അന്നേ, എനിക്ക് കുറവുണ്ടെന്ന് പറഞ്ഞിട്ടും ഹരിയേട്ടൻ എന്നെ വീട്ടിലേക്ക് വരാൻ പറഞ്ഞില്ലല്ലോ. ഇത് തന്നെ അവസരമെന്ന് കരുതി എന്നെ അവിടെ നിന്ന് വിദഗ്ധമായി ഒഴിവാക്കിയതാണോ? അമ്മായിയും എന്നെ വിളിക്കുന്നില്ലല്ലോ. കല്യാണം അടുത്തില്ലേ, എന്നെ അങ്ങോട്ട് വിളിക്കില്ലേ? ഞാൻ എത്ര കാലമാണ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നേ? എനിക്ക് അവരാരെയും കാണാതിരിക്കാൻ പറ്റില്ല. നന്ദുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അന്ന: ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുമില്ല. നീ ഒന്നും ഓർത്ത് വിഷമിക്കേണ്ട. നീ വന്നേ. അവർ വീട്ടിലേക്ക് തിരിച്ചു. വീട്ടിലെത്തിയ ഹരി അപ്പവും ചട്നിയും ഒരു പ്ലേറ്റിലാക്കി അമ്മയ്ക്ക് നൽകി. ഓഫീസിൽ വിളിച്ച് ലീവാക്കി. ഹീരയും സ്വാതിയും ഷോപ്പിങ്ങിനെന്നും പറഞ്ഞ് പുറത്തേക്ക് പോകുന്നത് കണ്ടതും ഇനി ഉച്ചയ്ക്കും കൂടി പുറത്തുനിന്ന് ഭക്ഷണം വാങ്ങണ്ട എന്ന് കരുതി അരി കഴുകി അടുപ്പത്തിട്ടു. ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പോൾ മുൻപെപ്പോഴോ നന്ദു ഉണ്ടാക്കി വെച്ച നാരങ്ങ അച്ചാർ ഇരിക്കുന്നത് കണ്ട് അവൻ ആശ്വാസമായി. വീട്ടിനകം തൂത്ത് തുടച്ച് വൃത്തിയാക്കി. അമ്മയുടെയും മോൻ്റെയും മുഷിഞ്ഞ വസ്ത്രങ്ങളും അലക്കി തിരികെ വന്നപ്പോൾ മണി 1:30 അവൻ വേഗം 2 പാത്രങ്ങളിലായി കഞ്ഞി പകർത്തി അമ്മയുടെ മുറിയിലേക്ക് പോയി. കഞ്ഞിയും അച്ചാറും കഴിക്കുന്നതിനിടെ അവൻ പറഞ്ഞു. ഞാനിന്ന് നന്ദുവിനെ കണ്ടു. രാധ: ആണോ മോനെ, നീ ടീച്ചറിൻ്റെ വീട്ടിൽ പോയോ? ഹരി: ഇല്ലമ്മേ, രാവിലെ കാപ്പി വാങ്ങാൻ കടയിൽ പോയപ്പോൾ അവൾ അമ്പലത്തിൽ പോയിട്ട് വരുന്ന വഴിക്കാണ് കണ്ടേ. ഇന്നലെ അവളെ ഹോസ്പിറ്റലിൽ കാണിക്കേണ്ട ദിവസമായിരുന്നു. ഞാനത് മറന്നുപോയി. അന്നയാ ഇന്നലെ അവളെ ആശുപത്രിയിൽ കൊണ്ടുപോയേ. രാധ: നന്ദുമോൾക്കിപ്പോൾ എങ്ങനെയുണ്ട്? ഹരി: കുറവുണ്ട്. രാധ: എന്നാൽ പിന്നെ നിനക്ക് അവളെ ഇങ്ങോട്ട് വിളിക്കാമായിരുന്നില്ലേ? ഹരി: അവളുടെ വീടല്ലേ, അവൾക്കിങ്ങ് വന്നാലെന്താ? നമുക്ക് അവളില്ലാതെ പറ്റില്ല എന്ന് അവൾക്കറിയില്ലേ? സത്യം പറഞ്ഞാൽ അവൾ സൂര്യനും നമ്മൾ ആ സൂര്യൻ്റെ പ്രകാശത്തിൽ ജ്വലിച്ചുകൊണ്ടിരുന്ന നക്ഷത്രങ്ങളുമായിരുന്നു. ഒരാഴ്ച അവൾ മാറി നിന്നപ്പോൾ തന്നെ ജീവിതം ഇരുട്ട് ബാധിച്ചു തുടങ്ങി. അപ്പോൾ ഈ ജീവിതകാലം മുഴുവൻ അവളില്ലാതെ നമ്മൾ എങ്ങനെ ജീവിക്കും? ചുറ്റും ഒരുപാട് ആളുണ്ടായിട്ടും ഒറ്റപ്പെട്ടതുപോലെ. അവൻ്റെ വാക്കുകളിൽ ആകെ നിരാശ നിറയുന്നത് പെറ്റമ്മ അറിഞ്ഞു. രാധ: എടാ, സ്വാതിക്ക് നന്ദുവിനെ പോലെ വീട്ടുജോലി ചെയ്ത് ശീലമില്ല. അവളും ഹീരയുമൊക്കെ ഒരു കണക്കാ. നമുക്ക് കല്യാണം കഴിഞ്ഞ് പണിക്കൊരാളെ നിർത്താം. നീ കൂടി ചെറുതായിട്ട് സഹായിച്ചാൽ മതി. എന്നും നന്ദുവിനെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കാൻ പറ്റുമോ? അവൾക്കും ഒരു ജീവിതം വേണ്ടേ? നിന്റെ കല്യാണം കഴിഞ്ഞ് നീ മുൻകൈ എടുത്ത് വേണം അവളുടെ കല്യാണം നടത്താൻ. അവളുടെ അമ്മയുടെ ആഭരണം മുത്തശ്ശിയുടെ കയ്യിലുണ്ട്. പിന്നെ ആ വീട് അത് അവൾക്ക് അവകാശപ്പെട്ടതാണ്. നീ നല്ലൊരു പയ്യനെ കണ്ടെത്തിയാൽ മതി. അവളുടെ വിവാഹ ചിലവിനുള്ള കാശ് ഞാൻ നിന്റെ പേരിൽ പോസ്റ്റ് ഓഫീസിൽ ഇട്ടിട്ടുണ്ട്. ഹരി: അന്ന് മുത്തശ്ശിയും അച്ഛനും മാമനും ചേർന്ന് എൻ്റെയും സ്വാധീനം വിവാഹം നിശ്ചയിച്ചപ്പോൾ അമ്മയ്ക്ക് എതിർത്തുകൂടായിരുന്നോ?
അമ്മേ, അമ്മ പറയും പോലെയല്ല. വിവാഹ തീയതി അടുക്കും തോറും എനിക്കെന്തോ ഭയങ്കര ടെൻഷനാണ്. പ്രിയപ്പെട്ടതെന്തോ നഷ്ടപ്പെടും പോലെ. സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ പുസ്തകത്തിനുള്ളിൽ ഒളിപ്പിച്ചു വയ്ക്കുന്ന മയിൽപ്പീലി ചേച്ചി കൈക്കലാക്കുമ്പോൾ ഞാൻ പൊട്ടിക്കരഞ്ഞ അമ്മയുടെ അടുത്ത് വരാറുള്ളത് ഓർമ്മയുണ്ടോ? എനിക്കത് തിരിച്ച് കിട്ടുന്നത് വരെ കരച്ചിൽ നിർത്തില്ല. ഇപ്പോൾ എനിക്ക് അതേ ഫീലിങ്സാണ്. എനിക്ക് എന്തോ നഷ്ടപ്പെട്ടു പോകുന്നത് പോലെ തോന്നുന്നു. രാധ: ഹരി, നീ ഇതെന്തൊക്കെയാ പറയുന്നേ? ഹരി: സത്യമാ അമ്മേ, ഞാൻ എന്താ ചെയ്യുക? 4-5 ദിവസം കൊണ്ട് അവളെ മറന്നു എന്ന് അന്ന ചോദിച്ചപ്പോൾ ഞാൻ ആകെ തകർന്നു പോയി. നമ്മൾ അവളെ ഓർക്കാതെ ഒരു നിമിഷമെങ്കിലും ഇരുന്നിട്ടുണ്ടോ? പക്ഷേ ഹോസ്പിറ്റലിൽ പോകുന്ന തീയതി ഞാൻ മറന്നുപോയി. രാധ: നീ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാകും. നീ നന്ദുവിനെ വിവാഹം കഴിച്ചെങ്കിലെന്ന് ഞാനും ആഗ്രഹിച്ചിരുന്നു. പക്ഷെ നിന്റെ അച്ഛനെയും മുത്തശ്ശിയും എതിർക്കാൻ ഈ അമ്മയ്ക്കാകുമായിരുന്നില്ല. ഇപ്പോൾ സ്വാതി നിന്നെ മാത്രം വിചാരിച്ചിരിക്കുമ്പോൾ എന്തൊക്കെ കാണിച്ചാലും പറഞ്ഞാലും അവളും ഒരു പെണ്ണല്ലേ? എൻ്റെ മോൻ കാരണം അവളുടെ കണ്ണ് നിറയാൻ നിനക്കാരുടെയും ശാപം കിട്ടരുത്. വിവാഹശേഷം അവളും നിന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് മാറും. വേണ്ടാത്ത ചിന്തകളെല്ലാം എൻ്റെ കുട്ടി മനസ്സിൽ നിന്ന് മായ്ച്ചു കളഞ്ഞേ പറ്റൂ. അവൻ മറുപടിയൊന്നും പറയാതെ കഞ്ഞി കുടിച്ച പാത്രങ്ങളും എടുത്ത് അടുക്കളയിലേക്ക് പോയി. മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും കല്യാണം കഴിയുന്നതുവരെ നന്ദു ടീച്ചറിൻ്റെ വീട്ടിൽ നിൽക്കട്ടെ എന്ന് രാധ തീരുമാനിച്ചു. ഹരിയുടെ മനസ്സ് നൂല് പൊട്ടിയ പട്ടം പോലെ ദിശ തെറ്റി സഞ്ചരിക്കുകയാണെന്ന് അവർക്ക് മനസ്സിലായി. ഹീരയും സ്വാതിയും വീട്ടിലേക്ക് വന്ന് കുറച്ചു കഴിഞ്ഞപ്പോൾ ഹീരയുടെ ഭർത്താവിൻ്റെ അമ്മയ്ക്ക് സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്ന് പറഞ്ഞ് കോൾ വന്നു. ഹീരയ്ക്ക് പോകാൻ താല്പര്യമില്ലായിരുന്നു. എങ്കിലും ഹരിയുടെയും അമ്മയുടെയും നിർബന്ധപ്രകാരം ഹീര ഹരിയോടൊപ്പം അവർ പറഞ്ഞ ഹോസ്പിറ്റലിലേക്ക് പോയി. അവിടെ എത്തിയപ്പോൾ ഉണ്ണിയുടെ അമ്മയെ വെന്റിലേറ്ററിലേക്ക് മാറ്റിയിരുന്നു. തുടരും. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.